വിശുദ്ധ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് കുടുംബം. സമാധിക്ക് മുന്നിൽ കിടന്ന പ്രതിഷേധം. നാടകീയ രംഗങ്ങൾ. നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശി ഗോപൻ സ്വാമിയുടെ കല്ലറ തുറക്കാനുള്ള പോലീസ് ശ്രമത്തിൽ സ്ഥലത്ത് സംഘർഷം. ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും മരുമക്കളും സമാധി സ്ഥലത്ത് കിടന്ന് പ്രതിഷേധിച്ചു. ഓം നമ ശിവായ എന്ന പ്രാർത്ഥനയോടെയാണ് ഗോപൻ സ്വാമിയുടെ കല്ലറയ്ക്ക് മുന്നിൽ സ്വാമിയുടെ വൃദ്ധയായ ഭാര്യ പ്രതിഷേധിച്ചത്. പിതാവ് സമാധിയായിരിക്കുന്ന സ്ഥലമാണ്. വിശുദ്ധമായ സ്ഥലമാണിത്. സമാധിയെക്കുറിച്ച് പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ. പോലീസിന്റെ നടപടി ഏകപക്ഷീയമാണ്. തങ്ങളുടെ മരണത്തിന് ശേഷമേ കല്ലറ പൊളിക്കാൻ കഴിയൂവെന്നും മകൻ പറഞ്ഞു. കല്ലറ പൊളിക്കുന്നതിനെതിരെ കുടുംബത്തെ അനുകൂലിക്കുന്ന ഏതാനും ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. വീട്ടുകാരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്നും ഹൈന്ദവ വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും അവർ ആരോപിച്ചു. കല്ലറ പൊളിക്കുന്നത് ശരിയല്ലെന്നും പോലീസിന്റെ നീക്കത്തിനെതിരെ കോടതിയെ അടക്കം സമീപിക്കുമെന്നും അഭിഭാഷകർ പറഞ്ഞു. ഇവരുടെ സ്ഥലം വഴിക്ക് വിട്ടുകൊടുക്കണമെന്നത് നേരത്തെ വീട്ടുകാർ വിസമ്മതിച്ചിരുന്നു. ഇതാണ് നാട്ടുകാരുടെ പരാതിക്ക് പിന്നിലെന്നും കുടുംബത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു. പോലീസിന്റെ വാദം മാത്രമല്ല, വീട്ടുകാരുടെ നിലപാട് കൂടി കേൾക്കാൻ സബ് കളക്ടർ ബാധ്യസ്ഥനാണെന്ന് ഇവർ വ്യക്തമാക്കി. പോലീസ് ബലം പ്രയോഗിച്ച് പിന്നീട് വീട്ടുകാരെ സ്ഥലത്ത് നിന്നും മാറ്റുകയായിരുന്നു. പ്രതിഷേധക്കാരെയും സ്ഥലത്ത് നിന്നും മാറ്റി. ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചതോടെയാണ് ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്നു പരിശോധിക്കാൻ പോലീസ് എത്തിയത്. സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ കല്ലറ പൊളിച്ച് പരിശോധിക്കാനാണ് കളക്ടർ അനുമതി നൽകിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത വൻ പോലീസ് സേനയും സ്ഥലത്തെത്തിച്ചിരുന്നു. ഫോറൻസിക് സംഘം അടക്കം എത്തിയ ശേഷം നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് കല്ലറ പൊളിച്ച് പരിശോധന നടത്തുമെന്ന് സ്ഥലത്തെത്തിയ സബ് കളക്ടർ അറിയിച്ചു. ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ നടന്നു പോയി കല്ലറയിലിരുന്ന് സമാധിയായെന്നാണ് മകൻ രാജസേനൻ പറയുന്നത്. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് കല്ലറയിൽ അടച്ചുവെന്നാണ് ഗോപൻ സ്വാമിയുടെ മകനും വീട്ടുകാരും പറയുന്നത്. എന്നാൽ ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നാണ് ബന്ധുവിന്റെ മൊഴി. കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമിയെ വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നതായും ബന്ധു പോലീസിനോട് പറഞ്ഞു. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഗോപൻ സ്വാമിയെ അപായപ്പെടുത്തിയതാകാമെന്ന നാട്ടുകാരുടെ പരാതിയും നിലവിലുണ്ട്. കല്ലറ തുറന്ന ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയും ഗോപൻ സ്വാമി മരിച്ചതിന് ശേഷമാണോ അതിനു മുമ്പാണോ കല്ലറയിൽ അടക്കിയതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക് നീങ്ങാനാണ് പോലീസ് ആലോചിക്കുന്നത്.